assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഫീഡ്ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ ഒരു സബ്സ്ക്രൈബർ ഹൽവ വീഡിയോ കണ്ടിട്ട് അടിപൊളി ഫീഡ്ബാക്ക് ആണ് തന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അവർക്ക് ഒരുപാട് താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഹൽവ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം. ഹൽവ വീഡിയോ ഹൽവയും അതേപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവും നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതും അവരുണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്കും നമ്മൾക്ക് അറിയിച്ചു തന്നു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക, പിക്സൊക്കെ എനിക്ക് അയച്ചു തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ വന്നത് നമ്മുടെ അറബിക് മസാലയാണ്. നമ്മൾ മദ്ഹൂത്ത് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡും കൊടുക്കാം. അറബിക് മസാല അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാന്നും പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് അറബിക് മസാല ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അറബിക് മസാല നമുക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പെരുംജീരകമല്ല, നല്ല ജീരകമാണ്. അപ്പോൾ നല്ല ജീരകം ഒരു വലിയ 2 സ്പൂൺ വേണം. അതുപോലെ കറുകപ്പട്ട വേണം, അതൊരു കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, 4-5 എണ്ണം. പിന്നെ നമുക്ക് ഗ്രാമ്പു വേണം, അത് കൂടി പോകാൻ പാടില്ല, ഒരു കുറച്ച് ഞാൻ ആ സൈസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി വേണം. മുഴുവനായിട്ടുള്ള മല്ലി ഒരു വലിയ 3 സ്പൂൺ. അതേപോലെ കുരുമുളക് വലിയ 2 സ്പൂൺ. ഏലക്ക ഒരു വലിയ സ്പൂൺ. അതേപോലെ ഒരു 4-5 വറ്റൻമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലി അത്ര എടുത്തുകൊണ്ടാണ് ഞാൻ കുറച്ചധികം വറ്റൻമുളക് എടുത്തത്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ജാതിക്കയുടെ പത്തിരി എടുത്തിട്ടുണ്ട്, അത് കൂടി പോകാൻ പാടില്ല. അതേപോലെ തന്നെ ജാതിക്കയുടെ കുരു എടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു കുറച്ച് ഭാഗം മതി, അത് നമ്മൾ ഇടിച്ചിട്ടാണ് ഇടുന്നത്. അതേപോലെ തന്നെ നമുക്ക് കറുകപ്പട്ടയുടെ ഇല വേണം, ഒരു 4-5 എണ്ണം ഞാൻ അതും എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ഒരെണ്ണം മതി, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഉണക്ക നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് നല്ല ചൂടായിട്ടുള്ളൊരു പാനിൽ എല്ലാം ഇട്ട് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് വറുക്കുകയാണ്. ഇങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പഴയ വല്ല പാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂ ഒരു 1.5 സ്പൂൺ, ചെറിയൊരു 1.5 സ്പൂൺ ഗ്രാമ്പുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, കൂടി പോകാൻ പാടില്ല. ഞാനിവിടെ ഉണക്കനാരങ്ങ എടുത്തിരുന്നു. ഉണക്കനാരങ്ങ നിങ്ങൾക്ക് കടയിൽ നിന്ന് ഉണക്കയായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കനാരങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. നമ്മുടെ ഈ അറബിക് മസാലയുടെ ഫ്ലേവർ കൂട്ടുന്ന സംഭവം എന്ന് പറയുന്നത് ഉണക്കനാരങ്ങയാണ്. ഉണക്കനാരങ്ങ അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇടാണ്. ഇപ്പം ഞാനിത് ഇട്ടിരിക്കുന്നത് ജാതിക്കയുടെ കുരുവാണ് കേട്ടോ. ജാതിക്കയുടെ കുരു ഒരു കുറച്ച് ഭാഗം പൊടിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഇട്ടത് ജാതിക്കയുടെ പത്തിരിയാണ്, കൂടി പോകാൻ പാടില്ല. നമ്മുടെ ജാതിക്കയുടെ പത്തിരിയും അതേപോലെ തന്നെ ഗ്രാമ്പും കൂടി പോകാൻ പാടില്ല, ഒരു കുറച്ച് മതി. ഇപ്പോൾ ഞാനിട്ടിരിക്കുന്നത് ഉണക്കനാരങ്ങയാണ്. അത് നന്നായിട്ട് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിന് കുരു കളയണം, അല്ലെങ്കിൽ നമ്മുടെ പൊടി മസാല നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ അറബിക് മസാല എന്ന് പറയുന്നത് മദ്ഹൂത്ത് ബിരിയാണിക്ക് മാത്രമല്ല, നമുക്ക് മന്തിയിലിടാം, അതേപോലെ തന്നെ കപ്സിലിടാം, ഒരുപാട് അറബിക് സ്പെഷ്യൽ ബിരിയാണീസിലൊക്കെ ഇടാം, മന്തികൾക്കൊക്കെ ഇടാം. ഈ പൊടി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ഒരുപാട് നാളുകൾ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് അപ്പം തന്നെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആവശ്യം വരുമ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പൊടിച്ച് വെക്കുന്നത്. നന്നായിട്ട് ചൂടാവുന്ന അതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങുന്നവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സ്പൂൺ, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇടാൻ, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവും. അപ്പോൾ അതിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അറബിക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ബിരിയാണി, മന്തി, കബ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അതേപോലെ മദ്ഹൂത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പൊടി പോയി ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക, പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അറബിക് മസാല എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീണ്ടും ഞാൻ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ